എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് റെഡിയാക്കാം കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കാൻ പാടില്ല. നിങ്ങൾ കരയണ്ട, നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നോളെ ചെയ്യാൻ നമുക്ക് കേട്ടോ. അതിന്റെ മുകളിൽ നിങ്ങൾ പറഞ്ഞ ഷെഡ് വെച്ചിട്ട് കുഴപ്പമില്ല. ഇതിനോട് ചേർന്നിട്ടോ അസ്സലാമു അലൈക്കും. ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. മോളി കണ്ണമാലി ചേച്ചി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിരിക്കുന്നു. രോഗങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്ന അവർക്ക് ചെറിയൊരു ആശ്വാസം. പക്ഷെ ഓർക്കുകയാണ്, അമ്മ എന്ന താരസംഘടനയുടെ ഉത്തരവാദിത്യം എന്ത്? വർഷത്തിൽ അവരുടെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഇത് മാത്രമാണോ ഉദ്ദേശം? ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ, പല വിധത്തിലുള്ള കൂട്ടായ്മകൾ, പല വിധത്തിലുള്ള ക്ലബ്ബുകൾ, അനേകം നന്മ പ്രവർത്തനങ്ങൾ, ചാരിറ്റി, ജനങ്ങൾക്ക് ഉപകാരമാവുന്ന വിധത്തിൽ പലതരം പ്രവർത്തനങ്ങളും ചെയ്ത് മുന്നോട്ട് വരുന്നു. അത് എന്തെങ്കിലും ഒരു തരം ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രമല്ല. ഇന്ന് വളർന്നു വരുന്ന സമൂഹത്തിലെ യുവത്വങ്ങൾ വരെ അവരുടെ ക്ലബ്ബുകളുടെ അടിസ്ഥാനത്തിൽ, ഇല്ലെങ്കിൽ കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടായ്മ, ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇങ്ങനെ പല വിധത്തിൽ സംഘടനകളും അവരാലാവുന്ന പലതരം പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരമാവുന്ന വിധത്തിൽ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴും ഇത്രത്തോളം നിബിഡം ഇല്ലെങ്കിൽ പണം കൊണ്ടും എല്ലാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അമ്മ എന്നൊരു വലിയ സംഘടന, ആ അമ്മ എന്നൊരു വാക്കിന്റെ മഹത്വം പോലും ഇല്ലാത്ത ഒരു സംഘടന ആയിപ്പോയോ എന്ന് ആലോചിച്ചു പോവുകയാണ്. ഈ അമ്മ എന്ന സംഘടനയിൽ പെട്ട മോളിച്ചേച്ചിയുടെ ഇത്രയും ദയനീയ ഒരു അവസ്ഥ കണ്ടിട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അമ്മ എന്ന സംഘടനയോട് പുച്ഛം തോന്നുന്നു. സ്റ്റേജ് ഷോ നടത്താനും വർഷത്തിൽ നിങ്ങളുടെ ജനറൽ ബോഡി നടത്താനും മാത്രമായിട്ടുള്ളൊരു സംഘടന. സിനിമയിൽ നിങ്ങൾ വലിയ വലിയ കഥാപാത്രങ്ങളും അച്ഛനും ഉസ്താദും പ്രിൻസിപ്പാളും പോലീസ് ഓഫീസറും എല്ലാമായിരിക്കും. പക്ഷെ ജീവിതത്തിൽ സാധാരണക്കാർ കാണിക്കുന്ന ഒരു മനസ്സുപോലും ഇല്ലാത്തവർ ആയിപ്പോയി. ജനങ്ങൾ ചോദിച്ചു പോവും, ഫിറോസ് കുന്നുംപറമ്പിൽ ചെയ്ത ആ ഒരു നന്മ പോലും നിങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആ സ്ത്രീയോട് കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. ഇന്നും ആ സ്ത്രീക്ക് ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. പക്ഷെ ഓക്സിജൻ സിലിണ്ടറിന്റെ പുറത്ത് മാത്രമേ അവരുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. എന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത അമ്മ എന്ന സംഘടനയുടെ ഉത്തരവാദിത്യം എന്താണ്? പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാവും സിനിമയുടെ അകത്തുള്ളവർ തന്നെ. അപ്പോഴും പരസ്പരം രണ്ട് ചേരിയായി ഇത് വഷളാക്കുകയല്ലാതെ അമ്മ എന്നൊരു സംഘടനയുടെ ഉത്തരവാദിത്യം അവിടെയും കാണാറില്ല.